ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പല ആളുകളും ചോദിക്കാറുള്ളതാണ്, പ്രത്യേകിച്ചും സ്റ്റാർട്ടപ്പുകളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്ററെ ഇംപ്രസ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ അടുത്തേക്ക് കൃത്യമായി പറയേണ്ടത് എന്നുള്ളതാണ്. ഞാനെപ്പോഴും വളരെ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി പറയുന്ന ഒരു അബ്രീവിയേഷൻ അല്ലെങ്കിൽ എക്രോണിം എന്നൊക്കെ പറയാം, മപ്സ് എന്നുള്ളതാണ്. MUPS എന്നുള്ളതാണ്. എന്താണ് മപ്സ്? ഈ മപ്സ് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒരു ഇൻവെസ്റ്ററെ ഇംപ്രസ് ചെയ്യാനായിട്ട്. എന്ന് പറയുന്നത് മാർക്കറ്റ് പൊട്ടൻഷ്യലും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസുമാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടെങ്കിൽ, അതിൻ്റെ മാർക്കറ്റ് എത്രമാത്രം വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഏത് മാർക്കറ്റിനെയാണ് കൃത്യമായി നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ സാധ്യതകളാണ്, അടുത്ത ഒരു 5 വർഷത്തിൽ എത്രമാത്രം ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിലേക്കാണ് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട്, കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട്, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ആനുവൽ ഗ്രോത്ത് റേറ്റ്, ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ ആനുവൽ ഗ്രോത്ത് റേറ്റ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ടാർഗറ്റ് മാർക്കറ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കൃത്യമായി കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ എത്രമാത്രം ആ ടാർഗറ്റ് മാർക്കറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൃത്യമായ കണക്കുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഊഹക്കണക്കല്ല, കൃത്യമായിട്ട് റിസർച്ച് ഏജൻസികളുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ കണക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റിൻ്റെ സാധ്യതകളും അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യലും വളരെ പ്രധാനമാണ്. ഇതിനെയാണ് M എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് U ആണ്. U കാലങ്ങളായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന U എന്ന് പറയുന്നത് യുണീക്നെസ് ആണ്. നിങ്ങളുടെ യുണീക്നെസ് എന്താണ്, അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ എന്നും യുണീക്ക് ബൈയിങ് പ്രപ്പോസിഷൻ എന്നൊക്കെ പറയാവുന്ന നിങ്ങളുടെ USP എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിനെ മറ്റുള്ള പ്രൊഡക്റ്റുകളിൽ നിന്നും മറ്റുള്ള സർവീസുകളിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തുന്നത്. എന്തിന് നിങ്ങളുടെ ഒരു സർവീസ് നിങ്ങളിൽ നിന്ന് ആളുകൾ വാങ്ങണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയാണ്. പലപ്പോഴും നമ്മൾ ക്വാളിറ്റി എന്നൊക്കെ വളരെ ജനറലായി പറയുമെങ്കിലും, ക്വാളിറ്റി കൊണ്ട് മാത്രം ആളുകൾ വാങ്ങുമോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആക്ച്വൽ ക്വാളിറ്റി, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസും നിങ്ങളുടെ ക്വാളിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. പ്രൈസിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ കൊണ്ടുവരാൻ സാധിക്കും, നിങ്ങളുടെ പ്രൈസിങ് സ്ട്രാറ്റജി വളരെ കോമ്പറ്റിറ്റീവ് ആണോ, അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമർ സർവീസ് ഡെലിവറി പാറ്റേൺ, ഇതിലൊക്കെ എന്തെങ്കിലും വ്യത്യസ്തതകൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിൽ ഇന്നോവേഷൻസ് ഉണ്ടോ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ശരിക്കും ആലോചിക്കേണ്ട ഭാഗമാണ് ഈ U എന്ന് പറയുന്ന യുണീക്നെസ്. പലപ്പോഴും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുടെ ഐഡിയ നമുക്ക് വലിയ സംഭവമായിരിക്കും, പക്ഷേ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത്. ശരിക്കും ആളുകൾക്ക് ആവശ്യമുള്ളത് തന്നെയാണോ, ഈസ് ഇറ്റ് എ റിയൽ പെയിൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ U എന്ന് പറയുന്നതും നിങ്ങൾ പാസ്സായി എന്ന് വേണം പറയാൻ. അടുത്തത് P ആണ്. P ഈസ് പ്രൂവൺ ട്രാക്ക് റെക്കോർഡ്സ് എന്നുള്ളതാണ്, ആൻഡ് മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ പ്രൂവൺ ട്രാക്ഷൻ. ശരിക്കും പറഞ്ഞാൽ, ഒരു ഇൻവെസ്റ്റർ ഇംപ്രസ്ഡ് ആവണമെങ്കിൽ ഒരു ഐഡിയ കൊണ്ടൊന്നും സാധാരണഗതിയിൽ ഒരു ഇൻവെസ്റ്റർ ഇംപ്രസ്ഡ് ആവില്ല. കാരണം ഐഡിയയ്ക്ക് പഞ്ഞൊന്നുമില്ല, ഇഷ്ടം പോലെ ഐഡിയകൾ കിട്ടും. കാരണം ഇന്ന് വെറുതെ ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ പോലും ഐഡിയകൾ ഇഷ്ടം പോലെ അങ്ങ് വരും. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നടത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് കുറച്ച് കസ്റ്റമേഴ്സിനെങ്കിലും നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാക്ഷനായിട്ടോ ഒക്കെ കാണിച്ചെടുക്കാം. മാത്രമല്ല, ഇതിൽ ഏത് ഭാഗത്താണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണോ അല്ലെങ്കിൽ മാർക്കറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണോ, എന്തിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ക്ലാരിറ്റിയും ഈ സ്റ്റെപ്പിൽ നിന്ന് തന്നെ കിട്ടും. കാരണം നിങ്ങളുടെ ആ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ട്രാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടത് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കും കൃത്യതയുണ്ടാവും. യെസ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഇനിയും വലുതാക്കി എടുക്കാം എന്നുള്ളൊരു ധാരണയുണ്ടാവും, കൂടുതൽ കോൺഫിഡൻസും ഉണ്ടാവും. അതാണ് P എന്ന് പറയുന്നത്. അടുത്തത് S ആണ്. എസ്സിന് വേണമെങ്കിൽ T എന്ന് പറയാം, പക്ഷേ S എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. കാരണം S എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് ടീമാണ്. ടീമിൻ്റെ T പറഞ്ഞാൽ മതി, എങ്കിലും മപ്സ് എന്ന് പറയാൻ എളുപ്പത്തിന് വേണ്ടിയും അതിനേക്കാൾ ഉപരിയായിട്ട് ടീം പോരാ, സ്ട്രോങ് ടീം തന്നെ വേണം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് സ്ട്രോങ് ടീം എന്ന് പറയുന്നത്. കാരണം ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ഇംപ്രസ്ഡ് ആവുന്നത് ടീമിൻ്റെ പ്രൊഫൈലിൽ കൂടിയാണ്. നന്നായി കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ബിസിനസ് വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഐഡിയ ഉണ്ടായതുകൊണ്ടോ, നല്ലൊരു മാർക്കറ്റ് ഉണ്ടായതുകൊണ്ടോ, നല്ല ട്രാക്ഷൻ ഉണ്ടായതുകൊണ്ടോ പോലും കാര്യമില്ല.
നല്ല ഒരു ടീം കൂടെ ഉണ്ടായാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം, ഈ സ്ട്രാറ്റജി എല്ലാം കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമിനെ കൂടെ നിർത്തേണ്ടത്, ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ചിലപ്പോൾ കാര്യമായ ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഇല്ലായിരിക്കാം. എങ്കിൽ പോലും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അടിപൊളിയാണെങ്കിൽ, നിങ്ങൾക്ക് ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ടീമിൻ്റെ വലിയ സ്ട്രെങ്തായിട്ട് അതിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു സംശയം വേണ്ട, ഇൻവെസ്റ്റർ ഇംപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റർ നോക്കുന്നത് ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എത്രമാത്രമുണ്ട്, നിങ്ങളുടെ യുണീക്നെസ് എത്രമാത്രം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ശരിക്കും അത് യുണീക്ക് തന്നെയാണോ എന്നുള്ളത്. അടുത്തത് പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡുണ്ടോ, ഒരു ട്രാക്ഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ. ഫൈനലി ഇതൊക്കെ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നല്ല ഒരു ടീം കൂടെ ഉണ്ടോ. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ലോകമെമ്പാടും പല തരത്തിലുള്ള വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളും അതുപോലെ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസുമൊക്കെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. കേരളത്തിൽ പോലും കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് പോലുള്ള വലിയ ഏഞ്ചൽ നെറ്റ്വർക്കുകളുണ്ട്. ഇഷ്ടം പോലെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ നല്ല ഐഡിയാസ് ചോദിച്ച് തന്നെ നടക്കുകയാണ്. നമ്മളുടെ അടുത്ത് ബ്രഹ്മയിൽ സ്ഥിരമായിട്ട് ഇൻവെസ്റ്റേഴ്സ് വരാറുണ്ട്, നല്ല ഐഡിയാസ് ഉണ്ടോ എന്ന് ചോദിച്ച്. സത്യം പറയട്ടെ, വളരെ അപൂർവം ഐഡിയാസ് മാത്രമേ നമുക്ക് പലപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാറുള്ളൂ. ഇഷ്ടംപോലെ ഐഡിയാസ് നമ്മളുടെ അടുത്തേക്ക് വരാറുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം കൃത്യതയുള്ള ഐഡിയാസ് വളരെ കുറവാണ്. മാത്രമല്ല അങ്ങനെ ഉള്ളവർ തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ഇൻഫർമേഷൻ മെമ്മോറാണ്ടോ അല്ലെങ്കിൽ ഒരു പിച്ച് ഡെക്കോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കൃത്യമായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാവില്ല. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കുറച്ച് ബാക്കിലാണെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. കാരണം എന്താ, ഇൻവെസ്റ്റർക്ക് ഒരു കൺവിൻസിങ് ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുറപ്പിച്ചോളൂ, നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് അസസ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നല്ലൊരു പിച്ച് ഡെക്ക് ഉണ്ടാക്കുക. പിച്ച് ഡെക്ക് ഉണ്ടാക്കാൻ സഹായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. എന്നിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുക. ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്തു തരാൻ സാധിക്കുന്നത്, അതൊരു സർവീസായിട്ട് തന്നെയാണ്. നിങ്ങളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ വാലിഡേറ്റ് ചെയ്ത് തരാൻ സാധിക്കും. അതായത് ഈ 4 കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്, ഈ 4 അല്ല, ഞങ്ങൾ ഏകദേശം ഒരു 9 പോയിൻറ്റ് ചെക്ക് ലിസ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മളിതിനെ ചെക്ക് ചെയ്യുന്നത്. ഒരു 9 കാര്യങ്ങൾ വെച്ച് ഇതിനെ ചെക്ക് ചെയ്യും. എന്നിട്ടിത് ഇൻവെസ്റ്റർക്ക് താല്പര്യമുണ്ടാവാൻ സാധ്യതയുള്ള ഐഡിയ ആണോ എന്ന് പറഞ്ഞു തരും. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും പറഞ്ഞു തരും. അതൊരു ഞങ്ങളുടെ ഒരു ടീം ഓഫ് കൺസൾട്ടൻസ്, ഒരു പാനൽ ഇരുന്നു കൊണ്ടാണ് ആക്ച്വലി ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇതൊരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു സർവീസ് കൂടിയാണ്. തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഐഡിയയുടെ വാലിഡിറ്റി പരിശോധിക്കാൻ വേണ്ടി. പക്ഷേ ഒന്ന് ഞാൻ കൃത്യമായി പറയാം, ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഐഡിയ വാലിഡേഷനുമായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പിച്ച് ഡെക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ഇൻവെസ്റ്റർ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾ ദി ബെസ്റ്റ്.